അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മുകൾ മൂന്നിനമാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ലാഹിറായ ഇസ്മ്, രണ്ട് ദമീർ, മൂന്ന് മുബഹമായ ഇസ്മ്. മുബഹമ എന്ന് പറഞ്ഞാൽ ഇഷാറത്തിന്റെ ഇസ്മും പെടും, അതിൽ മൗസൂലന്റെ ഇസ്മും പെടും. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു. ഇനി ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ കാര്യം, അതായത് ലാഹിറായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഈ ലാഹിറായ ഇസ്മ് തന്നെ 4 വിധത്തിലായിട്ട് നമുക്ക് അതിനെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇത് എത്ര എണ്ണമാണ്, അതായത് ഒരാളാണോ, രണ്ടാളാണോ, അതിൽ കൂടുതൽ ആളാണോ, ആ ഒരാൾ തന്നെ സ്ത്രീയാണോ പുരുഷനാണോ, ഇനി കൂടുതൽ ആളായി ഉണ്ടാകുമ്പോൾ ജമ്മ് മുദക്കറാണോ, ജമ്മു മുഅന്നസാണോ, അതുപോലെ ജമ്മു തക്സീറാണോ എന്ന് പറഞ്ഞ ചർച്ചകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താ കാരണം ഇങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവകൾക്കൊക്കെ ഇഅ്റാബ് ചെയ്യുമ്പോൾ നമ്മൾ പല വിധത്തിലാണ് ഇഅ്റാബ് ഉണ്ടാകുക. അത് നമ്മൾ സവിസ്തരം ഇവിടെ പ്രസ്താവിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു ഐറ്റം. രണ്ടാമത്തേത് അൽ അസ്മാഉൽ ഹംസ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു 5 ഇസ്മുകളുണ്ട്. അവകളെ കുറിച്ചും ഇതിൽ തന്നെ നമ്മൾ സംസാരിക്കുക. അതൊക്കെ ലാഹിറായ ഇസ്മിൽ പെട്ടതാണ്. അതുപോലെ ഇസ്മുൽ മുഅത്തൽ, അൽ ഇസ്മുൽ മുഅത്തൽ, മുഅത്തലായ ഇസ്മ്, മഖ്സൂറായ ഇസ്മ്, മൻഖൂസായ ഇസ്മ്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. അതുപോലെ സർഫിൽ നിന്ന് തടയപ്പെടുന്ന, അതായത് ഗൈറു മുൻസരിഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇങ്ങനെ ഈ 4 വിധത്തിലുള്ള ചർച്ച നമ്മൾ ഈ ലാഹിറായ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ കൂടാതെ കഴിയുകയില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വിഭാഗം ആദ്യം പറഞ്ഞ, അതായത് ലാഹിറായ ഇസ്മ് തന്നെ മുഫ്രദായി വരുമ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്താ ഈ മുഫ്രദായ ഇസ്മ് എന്ന് പറഞ്ഞാൽ? ഹുവ കുല്ലു ഇസ്മിൻ യദുല്ലു അലാ വാഹിദിൻ മുദക്കറിൻ ഔ മുഅന്നസിൻ ഔ മുഅന്നസത്തിൻ. ഏതെങ്കിലും ഒരു മുദക്കറായ ഒരാളുടെ മേൽ അറിയിക്കുന്ന ഒരു സാധനം, അതാണ് ലാഹിറായ ഇസ്മ് എന്ന് പറയുന്നത്. ലാഹിറായ ഇസ്മി എന്നും ഈ മുഫ്രദായ ഇസ്മി എന്ന് പറഞ്ഞാൽ അതാണ്. ലാഹിറായ ഇസ്മിൽ നിന്ന് തന്നെ മുഫ്രദായ ഇസ്മി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുദക്കറായതോ അല്ലെങ്കിൽ മുഅന്നസായ, അതായത് ഒരു ആണിന്റെ ജിൻസിന്റെ, അതായത് ആൺവർഗത്തിന്റെയോ പെൺവർഗത്തിന്റെയോ മേലിൽ അറിയിക്കുന്ന ഒരു പേരിനാണ് എന്ത് പറയാം, മുഫ്രദായ ഇസ്മി എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. അത് ഇപ്പൊ സെയ്ദ് എന്ന് പറഞ്ഞു, സെയ്ദ് എന്നോ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ സുലൈമാൻ എങ്ങനെ എന്താട്ടെ ഒരു പേര് പറഞ്ഞു. അതെന്താണ്? ഒരു വ്യക്തിയുടെ മേൽ. മുഹമ്മദ് എന്നുള്ള വ്യക്തി ഒരാണാണ്, ഒരാളാണ്, അറിയപ്പെട്ട ഒരാളാണ് എന്നും മനസ്സിലായി. അപ്പൊ ഒരാളുടെ മേൽ അറിയപ്പെടുന്ന ഒരു പേരാണത്. അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പറഞ്ഞു, സൈനബ് എന്ന് പറഞ്ഞു, റുഖിയ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ഒരു സ്ത്രീയുടെ മേൽ അറിയിക്കുന്നതാണ്. അപ്പോ ഇങ്ങനെ മുഫ്രദായി വരുന്ന ഒരു ഇസ്മിനിക്ക് ഇഅ്റാബ് എങ്ങനെ ആയിരിക്കുന്ന, അത് മൊത്തം പറയുകയാണെങ്കിൽ ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫഅ ചെയ്യും, അതുപോലെ ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യും, ലാഹിറത്തായ കസ്റത്ത് കൊണ്ട് ജറും ചെയ്യും. ഈ 3 കാര്യങ്ങൾ ഓർപ്പിച്ചാൽ മതി. ഉദാഹരണം, ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫഅ ചെയ്യും എന്ന് പറഞ്ഞതിന് ഉദാഹരണം എന്താ? ഇപ്പൊ നമ്മള് ഹളറ സൈദുൻ എന്ന് പറഞ്ഞു. ഹളറ സൈദുൻ. ഇവിടെ ഹളറ എന്നുള്ളത് ഹളറ സൈദുൻ. ഇവിടെ ഹളറ എന്നുള്ളത് ഫിഅൽ മാദിയാണ്. ഫിഅൽ മാദി. അതിന്റെ ഫായിലാണ് സെയ്ദുൻ എന്നുള്ളത്. ആ ഫായിലായ സെയ്ദിനിക്ക് റഫഅ,
അതായത് ഫായിലിക്ക് റഫാണ്, അത് എല്ലാ സ്ഥലത്തും റഫായിരിക്കും. അപ്പൊ ആ ഫായിലായ, അതായത് ഹദറ എന്നുള്ള മാദിയായ ഫിഅലിന്റെ ഫായിലായിട്ട് സെയ്ദ് വന്നപ്പോൾ ഈ റഫ ചെയ്യേണ്ടത് എങ്ങനെയാണ്? റഫ ചെയ്യേണ്ടത് പല വിധത്തിലുണ്ടാവും. അതിന്റെ ഒരു കോലാണെന്ത്? ലമ്മത്ത് കൊണ്ട്, ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ ചെയ്യുക, ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് റഫ ചെയ്യുക. ഇനി വേറെ നിലക്ക് റഫ്, ഇപ്പം തസ്നിയാണെങ്കിൽ, ഇപ്പോ ഇവിടെ ഇനി വേറെ നിലക്ക് രണ്ടാള് വന്നു, ഇപ്പൊ റജുലാനി എന്നാണ് വെച്ചോ, റജുലാനി, അല്ലെങ്കിൽ രണ്ട് സെയ്ദ് വന്നു, സെയ്ദാനി വെക്കുക നോക്കുക, അല്ലെങ്കിൽ റജുലാനി എന്നാണ് വെക്കുക. ഇപ്പൊ ഹദറ റജുലുൻ എന്നാണെങ്കിലും അങ്ങനെ തന്നെ, റജുലുൻ, റജുലുൻ. ഇവിടെ എന്താണ്? ഈ റജുലുൻ എന്നുള്ളതും എന്താണ് സാധനം? ഒരു മുഫ്രദായ ഇസ്മാണ്, ലാഹിറായ ഇസ്മുകളിൽ നിന്നുള്ള മുഫ്രദായ ഇസ്മാണ്. അപ്പോൾ ഈ റജുലുൻ എന്നുള്ളതിനും ഇവിടെ ഇതിന്റെ ഫായിലായി വന്നപ്പോ റജുലുൻ എന്നുള്ളത് ഫായിലാണ്. അപ്പൊ അതിലേക്ക് റഫ് ആണ് ചെയ്യേണ്ടത്. ഈ റഫ് ചെയ്യൽ എന്താണ്? വമ്മത്ത് കൊണ്ട്, ലാഹിറത്തായ വമ്മത്ത് കൊണ്ടാണ് റഫ്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ തസ്നിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അത് പറയും. റജുലാനിയിലാണെങ്കിൽ അവിടെ റജുലാനി, ഹദറ റജുലാനി, നമ്മൾ ഇൻഷാ അല്ലാഹ് ശരിക്കും പറയും. റജുലാനി ആണെങ്കിൽ ഇവിടെ നീന്നല്ലേ അവസാനത്തിൽ. അപ്പൊ പിന്നെ മനസ്സിലായി എന്ത്? ലാഹിറത്തായ വമ്മത്ത് കൊണ്ടല്ല, പിന്നെ ഇവിടെ ഉള്ള ഒരു സംഗതി കൊണ്ടാണ് അവിടെ റഫ വരുന്നത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ശരിക്കും പറയാം. അപ്പോ കൂടുതൽ ഈ വിഷയത്തിൽ ഇവിടെ കൂടുതൽ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഹദറ സെയ്ദുൻ ലാഹിറത്തായ വമ്മത്ത് കൊണ്ട് റഫ ചെയ്തു. അതാണ് മുഫ്രദായ ഇസ്മുകൾ. അതായത് മുഫ്രദായ ഇസ്മിനൊക്കെ എന്തായിരിക്കും? റഫ ചെയ്യുന്നത് ലാഹിറത്തായ വമ്മത്ത് കൊണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ നസ്ബ് ചെയ്യുന്നതും പിന്നെ എന്തുകൊണ്ടായിരിക്കും? ലാഹിറത്തായ ഫതഹത്ത് കൊണ്ടായിരിക്കും നസ്ബ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സെയ്ദിനെ തന്നെ ആയിക്കോട്ടെ, റഅയ്തു ഇവിടെ റഅയ്തു എന്നുള്ളത് ഫിഅൽ ഫാഇൽ വന്നു, റഅ എന്നുള്ളത് മാദിയായ ഫിഅൽ, തു എന്നുള്ളത് അതിന്റെ പിന്നെ ഫായിലാണ്, മാദിയായ ഫിഅലിന്റെ ഫായിലാണ് ഇത് തു എന്നുള്ളത്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ശരിക്കും വിശദമായി പറയും. ഇവിടെ സെയ്ദൻ എന്നുള്ളത് ഇതിന്റെ മഫ്ഊലാണ്, ഇതിന്റെ മഫ്ഊലാണ് സെയ്ദൻ എന്നുള്ളത്. അപ്പോ ഈ ഫിഅലും ഫായിലും വന്നു. ഇനി എന്താ വരേണ്ടത്? മഫ്ഊലാണ്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആരെ കണ്ടു? സെയ്ദനെ കണ്ടു. അപ്പോ ഇവിടെ സെയ്ദൻ എന്നുള്ളത് മഫ്ഊലായി വന്നപ്പോ മഫ്ഊലിന് എപ്പോഴും നസ്ബാണ്, ആ നസ്ബ് പല വിധത്തിലും വരും. പിന്നെ നസ്ബ് ചെയ്യേണ്ടത് ഒന്നിരിക്കല് ലാഹിറത്തായ ഫതഹത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെ നമ്മൾ പറയും. അപ്പൊ ഇവിടെ എന്തായി? സെയ്ദൻ പിന്നെ ലാഹിറത്തായ ഫതഹത്ത് കൊണ്ടാണ് എന്ത് ചെയ്തത്? മഫ്ഊലായ സെയ്ദ് എന്നുള്ളതിന് ഇഅ്റാബ് നടത്തിയത്, ഇറാബ് കൊടുത്തത്. ഇനി നമ്മൾ അതേപോലെ തന്നെ പറയാനുള്ളത്, പിന്നെ നമുക്ക് പറയാനുള്ളത് കസറത്ത് കൊണ്ട്, ലാഹിറത്തായ കസറത്ത് കൊണ്ടായിരിക്കും ജർറ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ പറയാണ് സല്ലംതു അലാ പിന്നെ ഖാലിദിൻ. ഇനി സെയ്ദിൻ തന്നെ ആയിക്കോട്ടെ, സെയ്ദിൻ ആണോ? ഇവിടെ സല്ലംതു എന്നുള്ള ഫിഅല് മാദി, സല്ലമ എന്നുള്ളത് ഫിഅല് മാദിയാണ്, തു എന്നുള്ളത് അതിന്റെ ഫായിൽ വന്നു. അപ്പൊ ഫിഅല് ഫായിലും വന്നു. അല എന്നുള്ളത് ഇതെന്താണ്? ഹർഫ് ജറാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വന്തം നിലക്ക് നിൽക്കൂല. പക്ഷെ അലാ സെയ്ദിൻ വേറെ നിന്റെ കൂടെ കൂടുമ്പോ അതിന് അർത്ഥം ഉണ്ടാവും. സല്ലംതു അലാ സെയ്ദിൻ, സെയ്ദിന്റെ മേൽ, അതായത് സെയ്ദിനോട് ഞാൻ സലാം പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഇവിടെ സെയ്ദിൻ എന്ന് പറഞ്ഞത് എന്താണ്? അല എന്നുള്ള ഹർഫ് ജാറിന്റെ ഹർഫ് വന്നപ്പോ സെയ്ദിൻ എന്നുള്ളതിന് മജ്റൂറായി. അപ്പോ ഏതൊരു ഇസ്മിനും ജർറ് ചെയ്യണമെങ്കിൽ, അതായത് ജർറ് എന്ന് പറയുന്നത് ചെയ്യണമെങ്കിൽ എന്തുവാണോ? അത്
കസറത്ത് കൊണ്ടാണ് ജർ ചെയ്യുക, കസറത്ത് കൊണ്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഫതഹത്ത് കൊണ്ട് ജർ ചെയ്യണത് ഉണ്ട്, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിൽക്കാലത്ത് പറയും. അപ്പൊ ഇവിടെ സൈദിൻ എന്ന് പറഞ്ഞത് എന്താണ്? കസറത്ത് കൊണ്ടാണ് ജർ ചെയ്തത്. ഇനി വേറെ കൊണ്ട് ജർ ചെയ്യുന്നുണ്ട്, ഫതഹത്ത് കൊണ്ട് ജർ ചെയ്യണ വിഷയങ്ങളും ഉണ്ട്, ഇനി അല്ലാത്തതും ഉണ്ട്. അതൊക്കെ നമ്മൾ ആ സമയത്ത് പറയും. ഇവിടെ സൈദിൻ എന്നുള്ളത് അപ്പൊ ലായറത്തായ കസറത്ത് കൊണ്ടാണ് ഇവിടെ ജർ ഉണ്ടായത്. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മള് പിന്നെ മുഫ്രദായ ഒരു ഇസ്മ് അതിനക്ക് റഫ് ചെയ്യേണ്ടത് ലാഹിറത്തായ ദമ്മത്ത് കൊണ്ടായിരിക്കും, നസ്ബ് ചെയ്യേണ്ടത് ലാഹിറത്തായ ഫതഹത്ത് കൊണ്ടായിരിക്കും, ജർ ചെയ്യേണ്ടത് ലാഹിറത്തായ കസറത്ത് കൊണ്ടുമായിരിക്കും. ഇതാണ് ഇപ്പൊ നമ്മളിതിൽ പറയാനുള്ളത്. ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മുസന്ന എന്ന് പറയുന്നത് എന്താ? മുസന്ന തസ്നിയ. പിന്നെ ഞാൻ കണ്ടു, രണ്ട് സെയ്ദിനെ കണ്ടു എന്നാണെങ്കിൽ എങ്ങനെയാണ് അവിടെ സെയ്ദൻ എന്നാ പറയാ? അങ്ങനെയാണോ പറയാ? അല്ലെങ്കിൽ എങ്ങനെ പറയാ എന്നുള്ളത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതാണ് നമ്മൾ ഒന്നൊരു ചെറുതായിട്ട് ഇനി അതിനെ കുറിച്ച് ഒന്നൊരു വിവരണം. അലിസ്മുൽ മുഫ്രദു എന്ന് പറഞ്ഞാൽ, മുഫ്രദായ ഇസ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹുവ കുല്ലു ഇസ്മിൻ യദുല്ലു അലാ വാഹിദിൻ മുദക്കറിൻ, ഒരു മുദക്കറായ ഒന്നിന്റെ മേൽ അതുപോലെ മുഅന്നസായ ഒരു വ്യക്തിയുടെ മേലും അറിയിക്കുന്ന ഒരു പേരിനാണ് ഇസ്മുൽ മുഫ്രദ് എന്ന് പറയുന്നത്. അത് മുഫ്രദായ ഇസ്മി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇഅ്റാബ് ചെയ്യുന്നത് യുർഫഉ ബിൽ ദമ്മത്തി, ദമ്മത്ത് കൊണ്ടാണ് റഫഇയ. ഉദാഹരണം ഹദറ സൈദുൻ എന്ന് പറഞ്ഞു, സെയ്ദ് വന്നു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പറഞ്ഞ പിന്നെ ഹദറ സൈദുൻ സെയ്ദ് വന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദറബ സൈദുൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഇവിടെ എന്താണ്? ഫായിലുൻ മർഫൂഉൻ, സെയ്ദ് ഫായിലുൻ മർഫൂഉൻ, റഫഅക്കപ്പെട്ട ഫായിലാണ്. കാരണം ഫായിലിന് എപ്പോഴും റഫ ആയിരിക്കും. വഅലാമത്തു റഫഇഹി അദ്ദമ്മ, അതിന്റെ ലമ്മാണ് എന്ത്? റഫഇന്റെ അടയാളം. കാരണം എന്താ? അത് മുഫ്രദായ ഇസ്മാണ്. അല്ലാഹു തആല പറഞ്ഞു നോക്കുക, ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. ശുഐബുൻ ഇദ് ഖാല ലഹും, ഇദ് ഖാല, ഈ ഖാലന്റെ ഫായിലാണ് ശുഐബുൻ എന്നുള്ളത്. ഇവിടെ ശുഐബുൻ എന്നുള്ളത് ഒരു മുഫ്രദായ ഇസ്മാണ്. അപ്പൊ എന്തായി? അത് ഫായിലും മർഫൂആണ്, റഫഅക്കപ്പെട്ട ഫായിലാണ്. പിന്നെ അതിന്റെ റഫഇന്റെ അടയാളമായിട്ട് ലാഹിറത്തായ ദമ്മത്താണ്. കാരണം എന്താണ്? മുഫ്രദായ ഇസ്മാണ്. ഇനി നമ്മൾ ഫതഹത്തിന് പറയാം. ഫതഹത്തിന് ഒരു ഉദാഹരണം, റഅയ്തുൽ ആമില, ഞാൻ ആമിലിനെ, ഒരു ലേബറിനെ കണ്ടു, ഒരു ജോലിക്കാരനെ കണ്ടു. ഇതെന്താണ്? മഫ്ഊലു ബിഹാണ്, മൻസൂബാണ്. ഏത് മഫ്ഊലിനും ഏത് മഫ്ഊലു ബിഹിക്കും എന്താണ്? മൻസൂബായിരിക്കും, നസ്ബാക്കപ്പെട്ടതായിരിക്കും. ആ നസ്ബ് ചെയ്യേണ്ടത് പല വിധത്തിലുണ്ട്. അതിനൊരു കോലം ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹതു. മുഫ്രദായ ഇസ്മാണെങ്കിൽ അവിടെ നസ്ബ് ചെയ്യേണ്ടത് ഫത്ഹത്തായിരിക്കും, ലിഅന്നഹു ഇസ്മുൻ മുഫ്രദുൻ. കാരണം എന്താ? മുഫ്രദായ ഇസ്മാണ്. ഉദാഹരണം പറയാം, പിന്നെ അള്ളാന്റെ ഖൗല് തന്നെ ആയിക്കോട്ടെ, കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ, കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. അർസൽന എന്ന് പറഞ്ഞ ഫിഅലിന്റെ മഫ്ഊല് ബിഹാണ് റസൂലൻ എന്നുള്ളത്. അവിടെ റസൂലൻ എന്ന് പറഞ്ഞത് അവിടെ ലാഹിറത്തായ ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. കാരണം എന്താണ്? അർസൽന എന്നുള്ള ഫിഅലിന്റെ മഫ്ഊലാണ്. മൂന്നാമത്തത് യുജറു, പിന്നെ ഇവകൾക്കുള്ള പ്രത്യേകത കസറത്ത് കൊണ്ടായിരിക്കും ജർ ചെയ്യപ്പെടാ. ഉദാഹരണം സല്ലംതു അലാ ഖാലിദിൻ എന്ന് പറയാം. ഖാലിദിന്റെ മേൽ നമ്മൾ സലാം പറഞ്ഞു. ഇവിടെ പിന്നെ അലാ ഖാലിദിൻ, അവിടെയാണ് വിഷയം. അല എന്നുള്ളത് ഹർഫ് ജാറാണ്. നമ്മൾ പറഞ്ഞല്ലോ ജാറിന്റെ ഹർഫാണ്. ഇവകൾ ജാറിന്റെ ഹർഫാകുമ്പോ ശേഷം വരുന്ന ഇസ്മ് മജ്റൂറായിരിക്കും, ഇസ്മ് മജ്റൂറായിരിക്കും. അപ്പൊ നമ്മള് ഖാലിദിൻ എന്നാ പറഞ്ഞത്. ഇവിടെ ഖാലിദിൻ എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ പറയാൻ കാരണം എന്താ? ഇത് മുഫ്രദായ ഇസ്മാണ്. അപ്പോ ലാഹിറത്തായ കസറത്ത് കൊണ്ടാണ് ജറ് ചെയ്യേണ്ടത്. ജറിന്റെ ഹർഫ് മുമ്പിൽ വന്നതുകൊണ്ട് ഇത് മജ്റൂറായിരിക്കും. അപ്പൊ ജറ് ഇവിടെ കൊടുക്കേണ്ടത് എന്തായിരിക്കും? ലാഹിറത്തായ കസറത്ത് കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറയാൻ എന്താണ്?
ഇത് ഇസ്മു മജ്റൂറാണ്. വഅലാമതു ജർരിഹി അൽ കസ്റ. കസ്റത്തിന്റെ ജറിന്റെ അടയാളം കസ്റത്താണ്. അപ്പൊ ജറിന്റെ അടയാളം കസ്റത്താണ് എന്ന് പറയുമ്പോ മനസ്സിലായത് ജറിന് വേറെയും അടയാളമുണ്ട്. അപ്പൊ മുഫ്രദായ ഇസ്മിക്ക് കസ്റത്ത് കൊണ്ടാണ് ജർ ചെയ്യപ്പെടുക. അല്ലാഹു തആല പറയട്ടെ, ഉദാഹരണം പറ, വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈൻ. വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ. കണ്ടോ, അലാ റജുലിൻ. ഈ റജുല് എന്നുള്ളതും ഒരു ഇസ്മ തന്നെയാണ്, മുഫ്രദായ ഇസ്മാണ്. ഒരു പുരുഷന്റെ മേൽ അറിയിക്കുന്നതാണ്. അത് ഏത് പുരുഷനും ആകാം. എന്റെ പേരിലും പറയാം, മറ്റുള്ള ഒരു പുരുഷനാണ്, ഒരു പുരുഷനാണോ അവന്റെ പേരിലൊക്കെ റജുലി എന്ന് പറയാം. അതിനാണ് നമ്മൾ നെക്കിറായ ഇസ്മ എന്ന് പറയും. മാരിഫായ ഇസ്മുണ്ട്, നെക്കിറായ ഇസ്മുണ്ട്. എന്റെ പിന്നാലെ കൂടിക്കോളി, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. അലാ റജുലിൻ അവിടെ നെക്കിറായ ഇസ്മാണ്, പക്ഷെ ഒരു മുഫ്രദിന്റെ മേൽ അറിയിക്കുന്നതാണ്. അപ്പൊ ഒരു മുഫ്രദായ ഇസ്മാണ്. ആ മുഫ്രദായ ഇസ്മു വന്നപ്പോ, റജുലി എന്നുള്ള മുഫ്രദായ ഇസ്മു വന്നപ്പോ അതിന്റെ മേലും എന്ത് കൊടുത്തു? ലിൻ. കണ്ടാ, ലാഹിറത്തായ കസറത്ത് കൊണ്ട് ജെറു കൊടുത്തു. കാരണം എന്താ? ജാർ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ മുസന്നനെ കുറിച്ച് പറയും. അതായത് ഇപ്പൊ മുഫ്രദായ ഇസ്മു ഒരു വ്യക്തിയുടെ മേലില്, അത് അറിയപ്പെട്ടതാവട്ടെ അറിയപ്പെടാത്താവട്ടെ, മാരിഫയാവട്ടെ നക്കിറാവട്ടെ, നമ്മൾ പറഞ്ഞുപോയി. ഇനി മുസന്ന എന്ന് പറയും. അതായത് രണ്ടാളുടെ പേരില്, രണ്ടാളാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിന് ഇത് കൊടുക്കുക? ഇപ്പൊ റജുല് പറഞ്ഞു, ഒരു വ്യക്തിയാണ്, റജുലാനി എന്ന് പറയും. ഇപ്പൊ ജാഅനി റജുലാനി, ജാ റജുലാനി, രണ്ട് ചങ്ങായിമാർ വന്നു, രണ്ട് പുരുഷന്മാർ വന്നു. ഇവിടെ ഇപ്പൊ രണ്ട് പുരുഷന്മാര് എന്നുള്ളത് ഇപ്പൊ റജുലാനി എന്നാണ്. അപ്പൊ എവിടെ ഇപ്പൊ അവിടെ ലൊമ്മത്തില്ലല്ലോ. എന്നാ റജുലാനി എന്നുള്ളത് ജാ എന്ന ഫിഅലിന്റെ ഫായിലുമാണ്. ഫായിലിനൊക്കെ എപ്പോഴും എന്താ വേണ്ടത്? റഫ ആണ് വേണ്ടത്. റഫ അവിടെ ലൊമ്മ് കാണില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കും? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.